PSC മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് പൊതുവിജ്ഞാനത്തിൽ നിന്നുള്ള അടുത്ത 100 ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് 1-ൽ ആദ്യത്തെ 100 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണുക. ഇതിന്റെ നോട്ട്സ് നമ്മുടെ PSC മിറർ എന്ന ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നോക്കാം. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഹൊവാർഡ്. ആൽബർട്ട് ഹൊവാർഡ് ആണ് ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ്. MS സ്വാമിനാഥൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. മസനോബു ഫുക്കുവോക്ക ഫാദർ ഓഫ് നാച്ചുറൽ ഫാമിംഗ്. നാച്ചുറൽ ഫാമിംഗിന്റെ പിതാവാണ് മസനോബു ഫുക്കുവോക്ക. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഹൊവാർഡ്. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള കൂർക്ക. കൂർക്കയാണ് ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള. നെല്ലാനി ഏതു വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏലം. നെല്ലാനി ഏലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മല്ലാർപാടം ടെർമിനലിന്റെ നടത്തിപ്പ് ചുമതല നിർവഹിച്ചിരിക്കുന്നത് ആരാണ്? ദുബായ് പോർട്ട് വേൾഡ്. 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. കാനിങ് പ്രഭു ആയിരുന്നു 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഗവർണർ ജനറൽ. ഭഗത് സിംഗിന്റെ കൂടെ തൂക്കിലേറ്റപ്പെട്ട മറ്റു 2 കൂട്ടാളികൾ. സുഖ്ദേവ്, രാജ്ഗുരു. 1931 മാർച്ച് 23-നാണ് ലാഹോർ സെൻട്രൽ ജയിലിൽ ഭഗത് സിംഗിന്റെ കൂടെ സുഖ്ദേവും രാജ്ഗുരുവും തൂക്കിലേറ്റപ്പെട്ടത്. ഇന്ത്യയിൽ അഭ്ര ഖനനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. അഭ്രം അഥവാ മൈക്ക പ്രൊഡ്യൂസിംഗിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മൈക്ക ഇൻ ഇന്ത്യ. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപ്പൂർ. ബേലാപ്പൂർ ആണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം. ബേലാപ്പൂർ ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലാണ് ബേലാപ്പൂർ സ്ഥിതി ചെയ്യുന്നത്. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപ്പൂർ ആണ്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതയാണ് കൊങ്കൺ റെയിൽവേ. കൊങ്കൺ റെയിൽവേയുടെ ദൂരം 741 കിലോമീറ്റർ ആണ്. കൊങ്കൺ റെയിൽവേയുടെ ദൂരം 741 കിലോമീറ്റർ. പശ്ചിമഘട്ടത്തിലൂടെയുള്ള മനോഹരമായ പാതയ്ക്ക് പേരുകേട്ടതാണ് കൊങ്കൺ റെയിൽവേ. അടുത്ത ക്വസ്റ്റ്യൻ. NH 212 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? NH 212 എന്നത് NH 766-ന്റെ പഴയ പേരാണ്. NH 766 കോഴിക്കോടിനെയും മൈസൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. NH 766 കോഴിക്കോടിനെയും മൈസൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ആനയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ എത്ര തവണയാണ്? 25 തവണ. കേരളത്തിൽ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച വർഷം? 1888. ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച വർഷമാണ് 1888. ഇന്ത്യയിലെ ആദ്യത്തെ ജനകീയ തെരഞ്ഞെടുപ്പിലൂടെ രൂപീകൃതമായ നിയമസഭയായിരുന്നു ശ്രീമൂലം അസംബ്ലി. ശ്രീമൂലം പ്രജാസഭ രൂപം കൊണ്ടത് 1904. ശ്രീമൂലം പ്രജാസഭയാണെങ്കിൽ അത് 1904-ലും ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണെങ്കിൽ 1888-ലുമാണ്. ബാരൻ ദ്വീപിന്റെ സവിശേഷത? ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ ദ്വീപ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം? 1950 ജനുവരി 24. വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് രചിച്ചത്. വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബംഗാളി ഭാഷയിലാണ്. ആനന്ദമഠത്തിൽ നിന്നാണ് ഈ വരികൾ എടുത്തിട്ടുള്ളത്. വന്ദേമാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠത്തിൽ നിന്നാണ്. ഇതിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യ. വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യ. അടുത്ത ക്വസ്റ്റ്യൻ. സുനാമി ദുരന്തം നടന്ന ദിവസം? 2004 ഡിസംബർ 26.
2004 ഡിസംബർ 26-നാണ് സുനാമി ദുരന്തം നടന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിലവിലെ പ്രതിദിന വേതനം എത്ര രൂപയാണ്? ഏറ്റവും കൂടുതൽ വേജ് കൊടുക്കുന്നത് ഹരിയാനയാണ്. 400 രൂപയാണ്. 400 രൂപയാണ് ഹരിയാനയുടെ വേതനം. ഗോവയിൽ 2ാം സ്ഥാനമായിട്ട് നിൽക്കുന്നത് ഗോവയാണ്. 378 രൂപ. ഗോവയിൽ 378 രൂപ. 3ാം സ്ഥാനം കർണാടകയ്ക്കാണ്. 370 രൂപയാണ്. കേരളത്തിൽ 369 രൂപയാണ്. കേരളത്തിൽ കൊടുക്കുന്നത് 369 രൂപയാണ്. ബോർലോഗ് അവാർഡ് നൽകപ്പെടുന്ന മേഖല കാർഷികം. കാർഷിക മേഖലയിലാണ് ബോർലോഗ് അവാർഡ് നൽകപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്? 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. BT വഴുതന വിത്ത് വികസിപ്പിച്ചെടുത്ത ബഹുരാഷ്ട്ര കമ്പനി ഏത്? മോൺസാൻഡോ. BT വഴുതന വിത്ത് വികസിപ്പിച്ചെടുത്തത് മോൺസാൻഡോ എന്ന ബഹുരാഷ്ട്ര കമ്പനിയാണ്. പ്രോജക്റ്റ് ആരോ എന്ന സംരംഭം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? തപാൽ മേഖല. പ്രോജക്റ്റ് ആരോ എന്ന സംരംഭം തപാൽ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? 1998 ഡിസംബർ 11-നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1998 ഡിസംബർ 11. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. മുംബൈയാണ് 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ രൂപയുടെ നിലവിലെ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട വർഷം? 2010. D. ഉദയകുമാറാണ് ഈ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. D. ഉദയകുമാറാണ്. വർഷം 2010. അടുത്ത ക്വസ്റ്റ്യൻ, കയ്യൂർ സമരം നടന്ന വർഷം? 1941-ലാണ് കയ്യൂർ സമരം നടന്നത്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ 5 വളയങ്ങളിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്ന നിറം? മഞ്ഞ. മഞ്ഞയാണ് ഒളിമ്പിക്സ് ചിഹ്നത്തിലെ 5 വളയങ്ങളിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം അറിയപ്പെടുന്നത് കിബിത്തു. കിബിത്തു എന്നാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം അറിയപ്പെടുന്നത്. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമാരി ആയിരുന്നു സെപ്റ്റംബർ മാസത്തിൽ വരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. ഇനി പുതിയ ആൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ദ്വീപുകളാണ്. ബാക്ടീരിയകൾ കാരണമല്ലാത്ത ഉണ്ടാവുന്ന രോഗം ഏതാണ്? ചിക്കൻ ബോക്സ്. ബാക്ടീരിയകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗമാണ് ചിക്കൻ ബോക്സ്. ടൈഫോയിഡ്, ഡിഫ്തീരിയ, ന്യൂമോണിയ ഇവ ബാക്ടീരിയകൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. ടൈഫോയിഡ്, ഡിഫ്തീരിയ, ന്യൂമോണിയ ഇവ ബാക്ടീരിയ രോഗങ്ങളാണ്. ചിക്കൻ ബോക്സ് എന്താണ്? ചിക്കൻ ബോക്സ് ഒരു വൈറസ് രോഗമാണ്. അതുണ്ടാക്കുന്നത് വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ്. വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വെടിമരുന്നിനോടൊപ്പം ജ്വാലയ്ക്ക് മഞ്ഞ നിറം ലഭിക്കാൻ ചേർക്കേണ്ട ലോഹ ലവണം? സോഡിയം. സോഡിയമാണ് വെടിമരുന്നിനോടൊപ്പം ജ്വാലയ്ക്ക് മഞ്ഞ നിറം ലഭിക്കാൻ ചേർക്കേണ്ട ലോഹം. ശബ്ദത്തിന്റെ ഉച്ചത രേഖപ്പെടുത്തുന്നതിനുള്ള യൂണിറ്റ്? ഡെസിബൽ. ശബ്ദത്തിന്റെ ഉച്ചത രേഖപ്പെടുത്തുന്നതിനുള്ള യൂണിറ്റ് ആണ് ഡെസിബൽ. ഭിലായ് ഇരുമ്പുരുക്ക് നിർമ്മാണശാല ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ്? 1956-61 കാലഘട്ടമാണ്. ഭിലായ് ഇരുമ്പുരുക്ക് നിർമ്മാണശാല ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1956-61 കാലഘട്ടം. നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് ഇപ്പോഴത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ? എം രാമവർമ്മ രാജ. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാനാണ് എം രാമവർമ്മ രാജ. ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്?
മുരളി ചീരോത്താണ് 2025 ചെയർമാൻ. മുരളി ചീരോത്ത്. ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? മുരളി ചീരോത്ത്. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603 ദിവസം. വൈക്കം സത്യാഗ്രഹം 603 ദിവസമാണ് നീണ്ടുനിന്നത്. നടന്നത് 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 മാർച്ച് 30. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച കാൺപൂരിലെ നേതാവ്? നാനാ സാഹിബ്. കാൺപൂരിലെ നേതാവായിരുന്നു നാനാ സാഹിബ്. കൻവർ സിംഗ് എവിടുത്തെ ആയിരുന്നു? ബീഹാറിലെ ആയിരുന്നു കൻവർ സിംഗ്. കൻവർ സിംഗ് ബീഹാർ. ജനറൽ ഭക്ത് ഖാൻ എവിടെയായിരുന്നു? ഡൽഹിയിലെ ആയിരുന്നു. ഡൽഹിയിലായിരുന്നു ജനറൽ ഭക്ത് ഖാൻ. ബീഗം ഹസ്രത് മഹൽ അവധിലെ നേതാവായിരുന്നു ബീഗം ഹസ്രത് മഹൽ. അപ്പോൾ കാൺപൂരിലെ നേതാവ് നാനാ സാഹിബ്, കൻവർ സിംഗ് ബീഹാർ, ബീഗം ഹസ്രത് മഹൽ അവധ്, ജനറൽ ഭക്ത് ഖാൻ ഡൽഹിയിലുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ആസാം. മജുലി സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ഭക്ഷ്യസുരക്ഷാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന്? 2013 സെപ്റ്റംബർ മാസത്തിലാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. നിലവിൽ കേരളത്തിലെ കാർഷിക വകുപ്പ് മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ കാർഷിക വകുപ്പ് മന്ത്രി ആരാണ്? പി പ്രസാദ്. പി പ്രസാദ് ആണ് നമ്മുടെ കാർഷിക വകുപ്പ് മന്ത്രി. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത്? ആർക്കമിഡീസ്. ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആർക്കമിഡീസ്. കേരളത്തിലെ വ്യവസായ നഗരം ഏത്? ആലുവ. കേരളത്തിലെ വ്യവസായ നഗരമാണ് ആലുവ. പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? കാൽബൈശാഖി. പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്തുണ്ടാകുന്ന മഴയാണ് കാൽബൈശാഖി. ലൂ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനൽക്കാലങ്ങളിൽ വീശുന്ന കാറ്റാണ് ലൂ. മൺസൂൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ സീസണൽ വിൻഡാണ് മൺസൂൺ. മാംഗോ ഷവർ കേരളത്തിലും കർണാടകയിലും ഉണ്ടാവുന്നതാണ് മാംഗോ ഷവർ. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗ്ലാദേശിൽ പത്മ അഥവാ മേഘ്ന എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏത്? ഗംഗ. ഗംഗാ നദിയാണ് ബംഗ്ലാദേശിൽ പത്മ അഥവാ മേഘ്ന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓ രക്ത ഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്നത്? ആന്റിബോഡി എയും ആന്റിബോഡി ബിയും. ജലത്തിന് ഏറ്റവും കുറഞ്ഞ സാന്ദ്രതയും ഏറ്റവും കൂടിയ വ്യാപ്തവുമുള്ളത് 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമ്പോഴാണ്. DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? യുറാസിൻ. യുറാസിൻ ആണ് DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. DNA-യിൽ കാണപ്പെടുന്നത് ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആണ് DNA-യിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസ് എന്നറിയപ്പെടുന്നത്. യുറാസിൻ DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ആണ്. ഏത് വർഷമാണ് ഹിമാചൽ പ്രദേശിനെ ഇന്ത്യയിലെ ആദ്യത്തെ പുകവലി രഹിത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്? 2013. ഹിമാചൽ പ്രദേശിനെ ഇന്ത്യയിലെ ആദ്യ പുകവലി രഹിത സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം 2013. നെയ്ത്തൽ ഭൂപ്രകൃതി പ്രദേശത്തുണ്ടായിരുന്ന ആളുകളുടെ ഉപജീവന മാർഗം എന്തായിരുന്നു? മത്സ്യബന്ധനം. നെയ്ത്തൽ ഭൂപ്രകൃതി പ്രദേശത്തുണ്ടായിരുന്ന ആളുകളുടെ ഉപജീവന മാർഗം മത്സ്യബന്ധനം. ഇന്ത്യയിൽ ആദ്യമായി ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്ന വർഷം? 1969. ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം? 2006. ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം 2006 ആണ്. നിലവിൽ ലോക്സഭയിലെ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ് ഇപ്പോഴത്തെ സ്പീക്കർ. 18ാമത്തെ ആളാണ്. 18ാമത്തെ ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള. ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിന്റെ പലായന പ്രവേഗം എത്രയാണ്? 11.2 km/s ആണ്. ഇത് ശ്രദ്ധിക്കണം, km/s ആണ്. 11.2 km/s. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതി.
ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ ഏതാണ്? പഞ്ചശീല തത്വങ്ങൾ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ പഞ്ചശീല തത്വങ്ങളാണ്. സാഹിത്യത്തിനുള്ള 2025 നോബൽ പുരസ്കാരം നോക്കാം. ലാസ്ലോ ക്രാസ്നാഹോർക്കൈ. ലാസ്ലോ ക്രാസ്നാഹോർക്കൈക്കാണ് സാഹിത്യത്തിനുള്ള 2025 നോബൽ പ്രൈസ് ലഭിച്ചത്. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ജോൽ മോക്കിയർ, ഫിലിപ്പ് അഖിയോൺ, പീറ്റർ ഹോവിറ്റ്. ജോയൽ മോക്കിയർ, ഫിലിപ്പ് അഖിയോൺ, പീറ്റർ ഹോവിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിവര സാങ്കേതിക നിയമം പാസാക്കിയ വർഷം? 2000. 2000-ലാണ് വിവര സാങ്കേതിക നിയമം പാസാക്കിയത്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചത് സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചത് സ്റ്റാഫോർഡ് ക്രിപ്സ്. ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാകുന്ന പ്രതിഭാസത്തിനെ പറയുന്ന പേര് സെൽഫ് ഇൻഡക്ഷൻ എന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം 5. ഇന്ത്യൻ ഭരണഘടനയിൽ 5 റിട്ടുകളാണുള്ളത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോവാറന്റോ. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ. 2025 വിശ്വസുന്ദരി പട്ടം നേടിയത് ആരെന്ന് നോക്കാം. ക്രിസ്ത്യാന സൈക്കോവ. മിസ് വേൾഡ് 2025 ക്രിസ്ത്യാന സൈക്കോവ ചെക്ക് റിപ്പബ്ലിക്കിലേതായിരുന്നു. ചുവടെ പറയുന്നവയിൽ ശ്വേതരക്താണുക്കളുടെ വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എറിത്രോസൈറ്റ്. എറിത്രോസൈറ്റ് ആണ് ശ്വേതരക്താണുക്കളുടെ വിഭാഗത്തിൽ ഉൾപ്പെടാത്തത്. ശ്വേതരക്താണുക്കളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. WBCയിൽ ഉൾപ്പെടുന്നതാണ് ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. WBC എന്ന് പറയുന്നത് വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്, അതായത് ശ്വേതരക്താണുക്കൾ. ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. എറിത്രോസൈറ്റ് RBC ആണ്, റെഡ് ബ്ലഡ് കോർപ്പസൽസ് ആണ് എറിത്രോസൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ജനുവരി 23 പരാക്രം ദിവസമായി ആചരിക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയുണ്ടായി. ആരുടെ ജന്മദിനമാണിത്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് ജനുവരി 23 പരാക്രം ദിവസമായി ആചരിക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. വൈദ്യുതകാന്തിക പ്രേരണം എന്ന തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം അല്ലാത്തത് ഇലക്ട്രിക് മോട്ടോർ. വൈദ്യുതകാന്തിക പ്രേരണം എന്ന തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം അല്ലാത്തത് ഇലക്ട്രിക് മോട്ടോർ. അപ്പോൾ വൈദ്യുതകാന്തിക പ്രേരണത്തിൽ എന്ന തത്വം ഉപയോഗിച്ച് ട്രാൻസ്ഫോമർ, മൈക്രോഫോൺ, ഇൻഡക്ഷൻ കോയിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. വൈദ്യുതകാന്തിക പ്രേരണ എന്ന തത്വം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് ട്രാൻസ്ഫോമറും മൈക്രോഫോണും ഇൻഡക്ഷൻ കോയിലും. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ? PN പണിക്കരാണ് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ. PN പണിക്കർ. സൂര്യനിലെ ഊർജത്തിന് കാരണമായ പ്രതിഭാസം ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് സൂര്യനിലെ ഊർജത്തിന് കാരണമായ പ്രതിഭാസം. മാറിപ്പോകരുത്, ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കുറയുന്നത് എന്തിലൂടെ കടന്നു പോകുമ്പോഴാണ്? വജ്രം. വജ്രത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കുറയുന്നത്. ഇന്ത്യയുടെ സുവർണ്ണനാര് എന്നറിയപ്പെടുന്നത് ചണമാണ്. ഇന്ത്യയുടെ സുവർണ്ണനാരാണ് ചണം. 2000 രൂപ നോട്ടിന്റെ പുറകിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രം ഏതാണ്? മംഗളയാൻ ദൗത്യം. 2000 രൂപ നോട്ടിന്റെ പുറകിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രം മംഗളയാൻ ദൗത്യം. ഇപ്പോഴില്ല ഈ നോട്ട്, നേരത്തെ ഉണ്ടായിരുന്ന നോട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 5. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 5 ആണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ് ജ്യോതി വെങ്കിടാചലം.
തഞ്ചാവൂർ വാട്ടം ഏത് വിളയെ ബാധിക്കുന്നതാണ്? തഞ്ചാവൂർ വാട്ടം നാളികേരം. തഞ്ചാവൂർ വാട്ടം നാളികേരത്തിനെ ബാധിക്കുന്ന രോഗമാണ്. അമർ ജവാൻ ജ്യോതി തെളിയിച്ചിട്ടുള്ളത് എവിടെയാണ്? ഇന്ത്യ ഗേറ്റ്. അമർ ജവാൻ ജ്യോതി തെളിയിച്ചിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിലാണ്. ഇലക്ട്രിക് ബൾബുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത്? ഫ്ലിന്റ് ഗ്ലാസ് ആണ് ഇലക്ട്രിക് ബൾബുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. ഫ്ലിന്റ് ഗ്ലാസ്. ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ഏതാണ്? ഹെൻറി. ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ആണ് ഹെൻറി. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിന്റെ നിറം കറുപ്പ്. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കറുപ്പായിട്ടാണ് കാണാൻ പറ്റുന്നത്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി? ആരോഗ്യ കിരണം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യ കിരണം. കേരള സർക്കാരിന്റെ പദ്ധതികൾ ഒരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാം, കാണാത്തവർ കാണുക. ആശ്വാസകിരണം, താലോലം, സാന്ത്വനം എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ലോകകപ്പ് ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി അടിച്ച ആദ്യ കളിക്കാരൻ? ക്രിസ് ഗെയിൽ. ലോകകപ്പ് ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി അടിച്ച ആദ്യ കളിക്കാരനാണ് ക്രിസ് ഗെയിൽ. പഹാരി ഭാഷ സംസാരിക്കുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഹിമാചൽ പ്രദേശ്. പഹാരി ഭാഷ സംസാരിക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഡോട്ട്സ് ഏത് രോഗത്തിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയം. ഡോട്ട്സ് ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൂനികുതി, കെട്ടിട നികുതി എന്നിവ ഏത് ലിസ്റ്റിൽ പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിൽ. ഭൂനികുതി, കെട്ടിട നികുതി ഇവ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം? 1920. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായത് 1920. ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം ഏത്? നിയമലംഘന സമരം. നിയമലംഘന സമരമാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്ന് നിർത്തിവെച്ചത്. കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം നൽകി തുടങ്ങിയ മുഖ്യമന്ത്രി? AK ആന്റണി. കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം നൽകി തുടങ്ങിയ മുഖ്യമന്ത്രിയാണ് AK ആന്റണി. പ്രാചീന കേരളത്തിൽ പൊലിപ്പൊന്ന് എന്നറിയപ്പെട്ടിരുന്നത് വിൽപ്പന നികുതിയാണ്. പ്രാചീന കേരളത്തിലെ പൊലിപ്പൊന്ന് എന്നറിയപ്പെട്ടിരുന്നത് വിൽപ്പന നികുതിയാണ്. യുറേനിയം കാർബൈഡ് ന്യൂക്ലിയർ ഇന്ധനമായി ഉപയോഗിക്കുന്ന ആദ്യത്തെ രാജ്യം? ഇന്ത്യ. യുറേനിയം കാർബൈഡ് ന്യൂക്ലിയർ ഇന്ധനമായി ഉപയോഗിക്കുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. പ്രസിഡൻഷ്യൽ ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? അഷ്ടമുടി കായൽ. പ്രസിഡൻഷ്യൽ ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല? പാലക്കാട്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ലയാണ് പാലക്കാട്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി? മുതിരപ്പുഴ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയാണ്. താഴെ പറയുന്നവയിൽ ഉപഗ്രഹമില്ലാത്ത ഗ്രഹം? ശുക്രൻ. ശുക്രന് ഉപഗ്രഹങ്ങളില്ല. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്നത് ഏത് ഡിഗ്രിയിലാണ്? 4 ഡിഗ്രി. ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വയ്ക്കുക. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിന്റെ വേഗത വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിന്റെ വേഗതയും വ്യത്യസ്തമായിരിക്കും. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകം? സോഡിയം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകമാണ് സോഡിയം. അടുത്ത 100 ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം. താങ്ക് യു.